കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എത്രത്തോളം എഫേർട്ട് ഇടാമോ അത്രയേറെ ശ്രമിക്കുന്ന ഒരാളാണ് ടോവിനോ തോമസ്. കഥാപാത്രത്തിനായി കായിക അധ്വാനം അടക്കം എടുക്കുന്ന നടനാണ് ടോവിനോ. മുൻപ് കള എന്ന ചിത്രത്തിനിടയിൽ ടോവിനോയ്ക്ക് പരിക്ക് പറ്റിയിരുന്നു. ഇത് വാർത്തയായി മാറുകയും ചെയ്തു. എന്നാൽ പുതിയ ചിത്രമായ നടികറിൽ അഭിനയിക്കുന്നതിനിടയിലും തനിക്ക് പരിക്ക് പറ്റിയെന്നും അത് മനഃപൂർവ്വം പുറത്തു പറയാതിരുന്നതാണെന്നും ടോവിനോ തോമസ് പറയുന്നു. അതിന് കാരണം മുൻപ് തനിക്കുണ്ടായ ചില അനുഭവങ്ങൾ കാരണമാണെന്നും ടോവിനോ വ്യക്തമാക്കി. താൻ പരമാവധി ആ വാർത്ത പുറത്തു പറയാഞ്ഞിട്ടാണെന്നും കാരണം നമ്മുടെ സന്തോഷങ്ങളല്ലേ ആളുകളുമായി കൂടുതൽ പങ്കുവെക്കേണ്ടതെന്നും ടോവിനോ ചോദിക്കുന്നു. മറ്റു കാര്യങ്ങൾ അവർ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല എന്നും ടോവിനോ കൂട്ടിച്ചേർത്തു. നടികറിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു അക്വേറിയം പൊട്ടി തന്റെ ദേഹത്തേക്ക് വീണ് ചില പരിക്കുകൾ പറ്റിയെന്നും തന്നോട് ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നുവെന്നും താരം പറഞ്ഞു. ചെറുവിരലിന് പരിക്ക് പറ്റിയതായിരുന്നുവെന്നും എന്തായാലും സന്തോഷങ്ങൾ മാത്രം പങ്കുവെക്കാമെന്നാണ് താൻ കരുതുന്നത്, അതുകൊണ്ടാണ് പറയാതിരുന്നതിന്റെ ഒരു കാരണമെന്നും ടോവിനോ പറഞ്ഞു. മറ്റൊരു കാരണവും ടോവിനോ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: കള എന്ന സിനിമയുടെ സമയത്ത് തനിക്ക് പരിക്ക് പറ്റിയിരുന്നുവെന്നും അന്ന് പരിക്ക് പറ്റിയ ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയപ്പോൾ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് താഴെ അപ്പോൾ ചത്തില്ലേ എന്നൊക്കെ ചില കമന്റുകൾ വന്നിരുന്നുവെന്നും അതിനു മാത്രം വെറുക്കപ്പെട്ടവനൊന്നുമല്ല താനെന്നും ടോവിനോ പറയുന്നു. അങ്ങനെ പറയാൻ മാത്രം താൻ ആരോടുമൊന്നും ചെയ്തിട്ടില്ല എന്നും ടോവിനോ കൂട്ടിച്ചേർത്തു. അന്ന് തനിക്ക് ഇന്നത്തെ പക്വത ഒന്നുമില്ലായിരുന്നുവെന്നും അങ്ങനെ പറ്റിപ്പോയതായിരുന്നു ആ പോസ്റ്റ് എന്നും ടോവിനോ അറിയിച്ചു. അങ്ങനെയെല്ലാം ആളുകൾക്ക് വീണ്ടും പറയാൻ ഒരു സാഹചര്യം ഒരുക്കണ്ടല്ലോ എന്ന് കരുതിയാണ് വീണ്ടും പരിക്കു പറ്റിയ കാര്യം താൻ പുറത്ത് അധികം പറയാതിരുന്നതെന്നും ടോവിനോ കൂട്ടിച്ചേർത്തു. അതേസമയം 2018 പ്രളയത്തിന്റെ സമയത്ത് ടോവിനോ ചെയ്ത സഹായങ്ങളെ PR വർക്കെന്ന് ചിലർ പരിഹസിച്ചിരുന്നു. പ്രളയം സ്റ്റാർ എന്നതടക്കം അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടുള്ള ട്രോളുകളും പുറത്തു വന്നു. അന്ന് ടോവിനോയെ പിന്തുണച്ചവരും ഏറെയായിരുന്നു. താൻ അന്ന് ചെയ്ത സഹായങ്ങളുടെ പേരിൽ വന്ന പരിഹാസങ്ങളെ കുറിച്ചും ടോവിനോ സംസാരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എന്റെ ഉമ്മാന്റെ പേര് എന്ന സിനിമയുടെ പ്രൊമോഷനാണെന്നും അന്ന് ഉർവശി പറഞ്ഞത് ആളുകൾക്ക് സഹായം ചെയ്യാൻ അവസരം കിട്ടുക എന്നത് ഒരു ഭാഗ്യമാണെന്നും അത്തരം ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ലെന്നുമായിരുന്നു. അന്ന് തനിക്കത് പൂർണ്ണമായും മനസ്സിലായില്ലായിരുന്നുവെങ്കിലും പിന്നീടത് മനസ്സിലായെന്നും ടോവിനോ തുറന്നു പറയുന്നുണ്ട്. ചെറിയ ജീവിതത്തിൽ ആർക്കെങ്കിലും നല്ലത് ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ കിട്ടണം. അങ്ങനെ അവസരം വരികയെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണെന്നും ടോവിനോ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കത്തെ ആസ്പദമാക്കി എടുത്ത 2018 എന്ന സിനിമയിൽ ശ്രദ്ധേയമായ ഒരു വേഷം ടോവിനോ തോമസിന് ലഭിച്ചു. ഓസ്കാർ പട്ടികയിലും 2018 ഇടം പിടിച്ചിരുന്നു. എന്തായാലും തുടരെ റിലീസുകളുമായി കരിയറിലെ മികച്ച സമയത്താണ് ടോവിനോ തോമസ്. അപ്പോൾ വ്യത്യസ്തമായ കഥകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കുന്ന ടോവിനോ തോമസ് പലപ്പോഴും കരിയറിൽ പരീക്ഷണങ്ങൾക്കും തയ്യാറായിട്ടുണ്ട്. അത്തരം ഒന്നായിരുന്നു ഡോക്ടർ ബിജുവിന്റെ അദൃശ്യജാലകങ്ങൾ. ചിത്രം വിദേശ ചലച്ചിത്ര മേളകളിലൊക്കെ പ്രശംസ ഏറ്റുവാങ്ങിയിരുന്നു. താരമൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളും ചെയ്യാൻ തയ്യാറാകുന്നത് കൊണ്ട് തന്നെ ടോവിനോയെ മറ്റു താരങ്ങളിൽ നിന്നും ഇത് വ്യത്യസ്തനാക്കുന്നുണ്ട്. സഹസംവിധായകനായി തന്റെ കരിയർ ആരംഭിച്ച ടോവിനോ തോമസ് പ്രഭുവിന്റെ മക്കൾ എന്ന ചിത്രത്തിലൂടെ സഹതാരമായാണ് ആദ്യമായി സ്ക്രീനിലേക്ക് എത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.